മകേഷ്, നമ്മുടെ ആർത്തിപ്പള്ളിയില് ആ ഒരു ഫുഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. ആ ഉച്ചയല്ലോ, നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വന്നല്ലോ. പോയിട്ട് പെട്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് വരാം. പോകുന്ന വഴിക്ക് ഞങ്ങൾ ജീവനെ കണ്ടായിരുന്നു. ആശാരിയോടെ എത്തിയപ്പം ചില്ലയും സിജോയും ഫെസ്റ്റിന് പോയിട്ട് എന്തൊക്കെയോ മേടിച്ചുകൊണ്ട് വീട്ടിലേക്ക് തിരികെ പോവുകയാണ്. അങ്ങനെ നമ്മൾ ആർത്തിപ്പള്ളിയിലെത്തി. ആർത്തിപ്പള്ളി ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഫുഡ് ഫെസ്റ്റ് മാത്രമല്ല, മറ്റു പല ഐറ്റം കൂടി അവിടെ ഉണ്ടെന്ന്. ഫെസ്റ്റിനോടനുബന്ധിച്ച് കുഞ്ഞു ചില കലാപരിപാടികളും ബോംബെ സുരേഷിൻ്റെ മാജിക്കും ഒക്കെ ഉണ്ടായിരുന്നു. പള്ളിയിൽ ചെന്നപ്പോൾ നമ്മളെയും കാത്ത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ജോബിൻ ടി ചാക്കോ അവിടെ നിൽപ്പുണ്ട്. പള്ളിയിൽ ചിലവഴിച്ച സമയത്തൊക്കെ ജോബിൻ ടി ചാക്കോ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഫെസ്റ്റിലെ എല്ലാ കൗണ്ടറുകളിലും നമ്മളൊന്ന് പോയി നോക്കി. ചായയും കടിയും, പൊറോട്ട, ഷവർമ, കപ്പ ബിരിയാണി, ചിക്കൻ ബിരിയാണി, അതുപോലെ തന്നെ സ്നാക്സ് ഐറ്റം, അങ്ങനെ നമുക്ക് ഉപകാരപ്രദമായ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ ഫെസ്റ്റിലുണ്ട്. അതുപോലെ തന്നെ വൃക്ഷത്തൈകളുടെ ഒരു കൗണ്ടർ കൂടി ഉണ്ടായിരുന്നു. കുറേ നല്ല തൈകൾ ഉണ്ടായിരുന്നു. ഇന്ന് മാത്രമേ ഫെസ്റ്റ് ഉള്ളൂ. 7 മണി വരെയാണ് ഫെസ്റ്റിൻ്റെ ടൈം. ഇടയ്ക്ക് മകേഷ് ഒരു ഐസ്ക്രീം വാങ്ങി കഴിച്ചു. ഐസ്ക്രീം കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് ബിരിയാണി കൗണ്ടറിലേക്കാണ്. അവിടെ നിന്ന് ബിരിയാണിയും വാങ്ങി. ബിരിയാണി വാങ്ങി വന്നപ്പോഴേന് നമ്മുടെ പിള്ളേർ റെഡി. അപ്പോഴത്തേക്കിന് ഷോമോള് ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വന്ന്. എന്നിട്ട് എല്ലാവരും കൂടെ വട്ടം കൂടി ഇരുന്ന് കഴിക്കാനും തുടങ്ങി. നീ എന്തെങ്കിലും പറയില്ല, സഞ്ജു എന്തെങ്കിലും പറയണ്ടോ? ഷോമോൾ എന്തെങ്കിലും പറയണ്ടോ? ആവച്ചി എന്തെങ്കിലും പറയണ്ടോ? മകേഷ് ബിരിയാണി കഴിച്ച് വയറ് അറിഞ്ഞു വരുന്ന കൊച്ചെണ്ണയാണ് നമ്മളിപ്പോ കാണുന്നത്.